വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്തിലെ ഇ.ഡി. കേസിൽ ഡോക്ടർമാരും പ്രതികളാകും. ഏജന്റുമാരുമായി രോഗികളെ ബന്ധിപ്പിച്ച ഡോക്ടർമാരാണ് പ്രതിപട്ടികയിൽ ഉണ്ടാവുക. കള്ളപ്പണ ഇടപാടുകൾ അവയവ കച്ചവടത്തിന്റെ ഭാഗമായതിനാൽ പ്രതികൾക്കെതിരായ നിയമ നടപടികളും കടുക്കും. ജിജീഷ് ഉണ്ട്. ജിജീഷ്, നമ്മളൊക്കെ ഈ ഡോക്ടർമാരെ നമ്മളൊരു രോഗം ബാധിച്ചാൽ ആദ്യം നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവതുല്യനായാണ് നമ്മൾ ഓരോ ഡോക്ടേഴ്സിനെയും കാണുന്നത്. പക്ഷേ ചില ഡോക്ടർമാർ വലിയ രീതിയിൽ ഇത്തരത്തിൽ കണ്ണിൽ കരടാവുകയാണ്. അതായത് വലിയൊരു മാഫിയയുടെ ഭാഗമാണ് ഈ ഡോക്ടർമാർ അല്ലേ? പണം സംശയങ്ങളാണ്. അതെ, ഇവരൊക്കെ MBBS പഠിച്ചിറങ്ങി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലും. അതിലുള്ളത് എല്ലാ രോഗികളെയും തന്നാലാവുന്ന വിധത്തിൽ സഹായിക്കുമെന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഡോക്ടർമാരുള്ള നാടാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ ആ പേരിന് പോലും കളങ്കം വരുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ ചില ഡോക്ടർമാർ, അതും ഈ രോഗികളെ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് അവയവ കച്ചവടത്തിന് ഈ ഏജന്റുമാരുമായി കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ജിജീഷെ, അങ്ങനെയാണെങ്കിൽ EDയുടെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡോക്ടർമാർ, പ്രതികളായ ഡോക്ടർമാർക്കെതിരെയുള്ള നിർണായക തെളിവുകൾ? എങ്ങനെയാകും ഈ ഡോക്ടർമാർക്ക് ഇത് കുരുക്കാകുക? എന്തൊക്കെ നിയമ നടപടികളാകും ഇനി EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക? ജിജീഷ്, അശ്വതി, രാജ്യം പറഞ്ഞതുപോലെ ഈ ഡോക്ടർമാർ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായി മാറുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ അവയവ ആവശ്യമുള്ള അല്ലെങ്കിൽ അവയവമാറ്റം നിർദ്ദേശിക്കപ്പെട്ട മറ്റു മാർഗമില്ലാതെ വരുന്ന ഘട്ടങ്ങളിൽ മാത്രമല്ല, പലപ്പോഴും ഈ അവയവ കച്ചവടത്തിൻ്റെ ഭാഗമായി മാറുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. ഏജന്റുമാരെയും രോഗികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിലെല്ലാം തന്നെ പ്രത്യേകമായി തന്നെ, അതായത് അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായി മാറുന്ന സിനിമാ കഥകളെയും വെല്ലുന്നതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, നേരത്തെ അശ്വതിയെല്ലാം സൂചിപ്പിച്ചതുപോലെ ജനം ടി വി ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പലതും പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ ദാതാക്കളായി മാറിയ ആളുകൾ അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ ലക്ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഇക്കാര്യത്തിൽ ജനം ടി വി തന്നെയായിരുന്നു പുറത്തുവിട്ടത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം നീങ്ങുന്നത്. അങ്ങനെയാണ് ഡോക്ടർമാർ പ്രതിപ്പട്ടയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കാരണം നിരവധി ഡോക്ടർമാരെ കഴിഞ്ഞ ഒരു മാസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റെയ്ഡിന് ശേഷം ചോദ്യം ചെയ്യുകയാണ്. പല ഘട്ടങ്ങളിലായി കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ഏജന്റുമാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ചില ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കി അല്ലെങ്കിൽ അന്വേഷണം നിഴലിലേക്ക് അന്വേഷണ സംഘം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അവരാണ് പ്രധാനമായും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അവരിൽ പ്രതിപട്ടികയിലേക്ക് നീങ്ങുക. നിലവിൽ ഈ ഏജന്റുമാരാണ് പ്രതികളെങ്കിൽ ഈ അവയവക്കടത്തിന്റെ ഭാഗമായി മാറിയ ഏജന്റുമാർ മാത്രമാണ്, നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലുള്ള ആളുകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിനുമപ്പുറം ഡോക്ടർമാർ പ്രതിപ്പട്ടികയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിരവധി ഡോക്ടർമാർ പ്രതികളാകും. മാത്രമല്ല, സാധാരണ PMLA കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നിയമക്കുരുക്കിലേക്ക് തന്നെയായിരിക്കും ഈ ഡോക്ടർമാർ പോവുക. നിയമ നടപടികൾ കനക്കുന്നതായിരിക്കും. കാരണം മറ്റ് PMLA വകുപ്പുകളിൽ എന്ന് പറയുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഇതും കള്ളപ്പണ ഇടപാടുകളുമായി ഒരേ വകുപ്പ് തന്നെയാണ് എങ്കിൽ കൂടി അത് അവയവക്കടത്തിന്റെ ഭാഗമായി സമ്പാദിച്ച പണമാണ്, അവയവക്കടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളപ്പണ ഇടപാടുകളെല്ലാം നടത്തിയത് എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ മുന്നിൽ കൂടുതൽ കുറ്റക്കാരാണ്. ഗൗരവമായ കുറ്റങ്ങൾ ചെയ്ത ആളുകളായി ഈ കേസിൽ ഉൾപ്പെടുന്ന ആളുകൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്കെതിരായ നിയമ നടപടികൾ കനക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ പിന്നിൽ പരാതികളുമായി എത്തിയ നിരവധി ആളുകളുണ്ട്. ഡോക്ടർമാർ തന്നെ ഈ ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചില ഡോക്ടർമാർ തന്നെ കൈമാറുന്നുണ്ട്. എങ്ങനെയാണ് ഈ അവയവ കച്ചവട റാക്കറ്റ് ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, സ്വകാര്യ ആശുപത്രികളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ പ്രവർത്തിച്ചത് എന്നത്, അങ്ങനെ അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഡോക്ടർമാർ ഈ പ്രതിപ്പട്ടികയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുള്ളത്. ശരി ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിൽ ഡോക്ടർമാർ തന്നെ പ്രതികളാകുന്ന ഒരു സാഹചര്യമാണുള്ളത് എടുത്തിരിക്കുന്നത്. രാഖി, ഇത്തരത്തിലുള്ള ഡോക്ടർമാരൊക്കെ നമ്മുടെ നാടിന് ശവമാണ്. കാരണം ഇപ്പോഴും മസ്തിഷ്ക മരണമൊക്കെ സംഭവിച്ചവരെ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടോടുകൂടി ആംബുലൻസ് വഴിയൊഴുക്കുന്നു. ഇപ്പോഴും അവയവം ദാനം ചെയ്തുകൊണ്ട് മടങ്ങുന്ന എത്രയോ, മരണത്തിലേക്ക് മടങ്ങുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ അവരോടൊക്കെ കാണിക്കുന്ന അനീതിയാണല്ലേ.